ഫ്രീ ആയിട്ട് ട്രേഡിംഗ് പഠിക്കുന്ന സീരീസിലെ നെക്സ്റ്റ് പാർട്ടാണിത്. സോ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനം TP അടിച്ച് ബ്രോ, SL അടിച്ച് ബ്രോ, ഇന്ന് SL ആയിപ്പോയി, ഇന്ന് നമുക്ക് TP കിട്ടി എന്നൊക്കെ പറയും. എന്താ ഈ TP SL? നമുക്ക് സിമ്പിളായിട്ട് നോക്കിയാലോ. TP എന്ന് പറഞ്ഞാൽ ടേക്ക് പ്രോഫിറ്റ്, നമ്മളെ പ്രോഫിറ്റ് എടുക്കുന്നതിനാണ് TP എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ്, ലോസിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. എക്സാമ്പിൾ, നിങ്ങളൊരു 100 രൂപ വെച്ചിട്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങി. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ഈ ട്രേഡിലേക്ക് 100 രൂപ വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് 90 ആണെന്ന് വിചാരിക്കാം. SL എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് 90 വിചാരിക്കാം. നിങ്ങളുടെ അക്കൗണ്ട് 70, 80, 70, 60 ഇങ്ങനെ നിങ്ങൾ ഇവിടുന്ന് ഒരു ബൈ എടുത്തു. പക്ഷെ നിങ്ങളുടെ കാൽക്കുലേഷനൊക്കെ തെറ്റിയിട്ട് മാർക്കറ്റ് ഇങ്ങനെ താഴത്തേക്ക് വീണു. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഒറ്റയടിക്ക് 0 ആയി പോലെ, കാരണം നിങ്ങൾ ഇട്ട ക്യാപിറ്റൽ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആയി പോലെ. ഇവിടെയാണ് നമ്മുടെ SLന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളിവിടെ എത്ര SL വെച്ചത്? 90. ഇറ്റ് മീൻസ് മാർക്കറ്റ് നിങ്ങൾ വിചാരിച്ച ഡയറക്ഷനിൽ വരെ ഓപ്പോസിറ്റ് ആണ് വന്നതെങ്കിൽ 90 രൂപയിൽ നിങ്ങളുടെ ട്രേഡ് ക്ലോസ് ആവും. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 10 രൂപയെ നഷ്ടമുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 100 രൂപ കംപ്ലീറ്റ്ലി ലോസ് ആയി പോകും. ഇതാണ് SL. നമ്മളെ ലോസിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് SL. TP എന്ന് പറഞ്ഞാൽ ടേക്ക് പ്രോഫിറ്റ്. TP എന്ന് പറഞ്ഞാൽ ടേക്ക് പ്രോഫിറ്റ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 110 നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ 100 നിങ്ങൾ ബൈ ചെയ്ത്, ഓക്കെ, ഇങ്ങനെ പോയി 110 എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. നിങ്ങൾ ട്രേഡ് 100 110 നിങ്ങൾ ടാർഗറ്റ് വെക്കുന്നതെങ്കിൽ 110 എത്തിക്കഴിഞ്ഞാൽ ട്രേഡ് നിങ്ങളെ താനെ ക്ലോസ് ആയിട്ടുണ്ടാവും. ഇനി എങ്ങാനും നിങ്ങൾ വിചാരിച്ച ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞെങ്കിലോ ഒരു 90 എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. അപ്പം ലോസിനെ കൺട്രോൾ ചെയ്യാനുള്ള സാധനമാണ് സ്റ്റോപ്പ് ലോസ്. ഇത് പറഞ്ഞ ടാർഗറ്റ് ആണ്. നമുക്ക് എന്താണ് ഈ ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ? ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. ഓക്കെ, ഇതാണ് ബ്രേക്ക് ഈവൻ. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 100 രൂപയ്ക്ക് ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തു. ഓക്കെ, നിങ്ങളുടെ ടാർഗറ്റ് വരുന്നത് 150. ടാർഗറ്റിന്റെ ഫുൾ ഫോം എന്തെങ്കിലും TP, ടേക്ക് പ്രോഫിറ്റ്. ഓക്കെ, 150. ഒരു 120 മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് 90 ആണ്. SL 90 വെച്ചത്. ഓക്കെ, 100 നിങ്ങൾ ട്രേഡ് എടുത്ത്, നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് ഇങ്ങനെ ഒരു 120 എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ് പ്രോഫിറ്റിലല്ലേ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താക്കാം, ഈ SL ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടത്തേക്ക് കൊണ്ടുപോയി വെക്കാം. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത്ര നേരം താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 10 രൂപ നഷ്ടമാവുകയും. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ SL ഇപ്പോൾ എത്രയാണ് വാങ്ങിയ പോയിന്റിലുള്ളത്. അപ്പം ഇനി നിങ്ങൾക്ക് മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല. മുകളിലേക്ക് പോയാൽ ലാഭം, താഴത്തേക്ക് പോയാൽ നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോസ് ഇനി ഇല്ല. കാരണം നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് നിങ്ങളിപ്പം ക്ലോസ് ചെയ്യാൻ വിചാരിക്കുന്നത് 100 രൂപയിൽ തന്നെയാണ്. ഇവിടെയാണ് നിങ്ങളുടെ ബ്രേക്ക് ഈവൻ നിങ്ങൾ വെച്ചത്. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു 100 രൂപയ്ക്ക് സാധനം വാങ്ങി, നിങ്ങളുടെ ടാർഗറ്റ് 150 ആണ്. മാർക്കറ്റ് ഇങ്ങനെ നിങ്ങൾ വിചാരിച്ച ഡയറക്ഷനിലേക്ക് തന്നെ പോകുന്നത്. ഒരു 140, 130 എത്തുമ്പോൾ എന്താ, ടാർഗറ്റിൻ്റെ അടുത്തേക്ക് എത്തി. ഇറ്റ് മീൻസ് ഇനി നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾക്ക് സേഫ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SL കൊണ്ടുപോയിട്ട് നിങ്ങൾ വാങ്ങിയ ലെവലിലേക്ക് കൊണ്ടുപോയി വെക്കാം. ഇറ്റ് മീൻസ് ഇനി നിങ്ങൾ 120 മാർക്കറ്റ് ഒറ്റയടിക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസും ഇല്ല, പ്രോഫിറ്റും ഇല്ല, നിങ്ങളുടെ സേഫാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ SL കൊണ്ടുപോയിട്ട് വാങ്ങിയ പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ റിസ്ക് ഫ്രീ ആണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് മാർക്കറ്റ് വാങ്ങിക്കുന്ന കുറേ തിയറി മാത്രം പഠിപ്പിച്ച കാര്യമില്ലല്ലോ. ട്രേഡിംഗ് അല്ലേ ചെയ്ത് പഠിക്കണ്ടേ. നമുക്കിപ്പം ട്രേഡിങ്ങിൽ ഏകദേശം എന്താ പറയുക, ബൈ പഠിച്ച്, സെല്ല് പഠിച്ച്, ബൈ ലിമിറ്റ് പഠിച്ച്, സെൽ ലിമിറ്റ് പഠിച്ച്, ബൈ സ്റ്റോപ്പ് പഠിച്ച്, സെൽ സ്റ്റോപ്പ് പഠിച്ച്, SL പഠിച്ച്, TP പഠിച്ച്, ബ്രേക്ക് ചെയ്യാൻ പഠിച്ച്, ഈ സാധനങ്ങളൊക്കെ പഠിച്ച് ഇനി നമുക്ക് ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ പേരാണ് ട്രേഡിംഗ് വ്യൂ. മാർക്കറ്റ് വാച്ച് ചെയ്യാനും മാർക്കറ്റ് അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. അപ്പം ജസ്റ്റ് ഒന്ന് ട്രേഡിംഗ് വ്യൂ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇനി ഇത്രയും പഠിച്ചത് നിങ്ങൾ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗോൾഡിൽ 4000 നിങ്ങൾ ബൈ ചെയ്യുന്നെങ്കിൽ വിചാരിക്കാം. ഓക്കെ, നിങ്ങളുടെ ടാർഗറ്റ് വരുന്നത് 4020, നിങ്ങളുടെ SL വരുന്നത് 3990. ഓക്കെ, ഇവിടെയാണ് നിങ്ങളുടെ SL വരുന്നത്, ഇവിടെയാണ് നിങ്ങളുടെ TP വരുന്നത്. ഇവിടെ നിന്നാണ് നിങ്ങൾ മാർക്കറ്റ് ബൈ എടുക്കുന്നത്. ഓക്കെ, ബൈ ആണ് എടുക്കുന്നത്. നിങ്ങളുടെ മാർക്കറ്റ് ഇങ്ങനെയാണ് പോയതെങ്കിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണോ കിട്ടിയത്, ലോസ് ആണോ കിട്ടിയത്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.